ഉമ്മയുടെ ഈ മോള്, അതായത് ഏറ്റവും ഇളയ പുത്രി കുറ്റപ്രതിയുള്ള മോളായിരുന്നോ അതോ നല്ല മോളായിരുന്നോ അതോ എന്നെ പോലെ നല്ല മികച്ച മോളായിരുന്നു? എങ്ങനെയായിരുന്നു? എല്ലാരും ശാന്ത സ്വഭാവക്കാരി. ഉമ്മ വരട്ടെ, ഉമ്മ എങ്ങനെയായിരുന്നു പറഞ്ഞോട്ടെ, ഞാൻ ഉമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാ. ഉമ്മ പറ, ഉമ്മയുടെ ഏറ്റവും ഇളയ പുത്രി എങ്ങനെയായിരുന്നു കുഞ്ഞിലെയൊക്കെ? കിടന്നു മുള്ളുമായിരുന്നോ? കിടന്നുള്ളൊന്നുമില്ല. അത് ഞാൻ കുറച്ചൊന്ന് നോക്കി എന്നെ മുള്ളിൽ വേറെ പിള്ളേരൊക്കെ മുള്ളിന്ന് കണ്ടിട്ടുണ്ട്. അതിന് പാട് പറഞ്ഞു ഞാൻ തന്നെ അതിനെ കൊണ്ടുപോയി മുള്ളിച്ച് കൊണ്ടുപോയി കൊടുക്കും. വേറെ നല്ല ഓർമ്മകളുണ്ടോ ഈ മോളെ കുറിച്ച് പറയാൻ? നല്ല ഓർമ്മ. ഞാൻ വിശക്കുന്നതിന് വയറണിച്ച് തീറ്റ് കൊടുക്കും. വളർത്താൻ കൊടുക്കാത്ത എനിക്ക് സങ്കടം ഉണ്ടായി. ആരും ഇല്ലായിരുന്നു വിശപ്പിന് കൊടുക്കാം ഉണ്ടായിരുന്നില്ലേ? അത് ഞാൻ പണി ചെയ്ത് എൻ്റെ കൊച്ചിൻ്റെ വിശപ്പാണ്. ഉമ്മക്ക് എന്തായിരുന്നു പണി? ഞാൻ കണ്ടോ ഈ ഓണത്തിന് ഒരു 1.25 അരിയും തന്നു, ഒരു 2,000 രൂപയും തന്നു, കുറേ കാശ് തരാൻ പറഞ്ഞു. അതിന് തേങ്ങ മേടിച്ചു ബാക്കിയുള്ളവരൊക്കെ പോയി. അതിനെ ചുട്ടുപുറക്കി ഓണത്തിന് ഇച്ചിരിയൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് തീറ്റ കൊടുത്തു. ഓണത്തിലാക്കി ഇടിച്ച് അന്ന് ഇടിക്കണം, ഇടിച്ച് അപ്പം ചുട്ടി എല്ലാവരും വൈകും അയലക്കത്തൊക്കെ കൊണ്ടുപോയി കൊടുത്തു. വൈകിട്ടൊരു കാശ് മേടിക്കാൻ പോകുന്നു, അരി മേടിക്കാൻ കൊടുക്കും. അരി മേടിക്കും, മീൻ മേടിക്കും, കുടുംബം നടത്തിക്കൊണ്ടുപോകും. ഉമ്മ പണ്ട് ഗ്രഹനാഥയായിരുന്നു, അല്ല വർക്കിംഗ് വുമൺ ആയിരുന്നു. ഇതിനെ കെട്ടിച്ച് വിടുന്നിടം വരെ അത് കച്ചവടം ഇടിയപ്പം അല്ലേ? ഇരിക്കുമായിരുന്നു. കാര്യം ഇവിടം വരെ കാര്യമാണ്, ഇവിടം വരെ കാര്യമുണ്ട്. ഇവിടെയൊക്കെ തഴമ്പ ആൾക്കാർ. എനിക്കുണ്ട് തഴമ്പ്. കഴിഞ്ഞാൽ എല്ലാ നേരവും ഉമ്മാക്ക് ഇടിച്ച് തഴമ്പ്, നസിക്ക് ഫോണിലും കുത്തി ഓഫീസിലുള്ള തഴമ്പ്. എനിക്കുണ്ട് തഴമ്പ്. കണ്ടോ കണ്ടോ കണ്ടോ? ഇന്ന് പത്തിരി ചിക്കനൊക്കെ നിങ്ങൾക്ക് ചോറ് ഉണ്ടെന്ന് അറിയാം. ഇതിനെ പഠിക്കാൻ വിട്ടിട്ട്